ഹായ് ഫ്രണ്ട്സ്, ടിയൻ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മുട്ടത്തോടും മെഴുകുതിരിയും പിന്നെ പിള്ളേരുടെ കുറച്ച് ക്രയോൺസൊക്കെ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഇതേപോലെ കുറച്ച് എഗ് ക്യാൻഡിൽസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അധികം വൈകിക്കേണ്ട, നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങാൻ ഇന്ന് ആദ്യം വേണ്ടത് കുറച്ച് മുട്ടയുടെ തോടുകളാണ്. മുട്ടയുടെ തോടെന്ന് പറയുമ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ വേണം എടുക്കാൻ. അതായത് മുട്ടയുടെ മുകൾ ഭാഗം തട്ടിക്കളഞ്ഞ ശേഷം അതിൻ്റെ മഞ്ഞയും വെള്ളയും മാറ്റിയെടുക്കണം. പിന്നീട് മുട്ട നന്നായി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് നന്നായി ഉണക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ടത്തോടുകളെല്ലാം നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ കമ്പി കഷ്ണോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് ഒരു ചെറിയ കിഴുത്തിയിട്ട് കൊടുക്കുക. കിഴുത്തിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മുട്ട പൊട്ടാതെ സൂക്ഷിക്കണം. അധികം ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ സമയമെടുത്ത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി അടുത്തായി വേണ്ടത് ഇതേപോലെ കട്ടിയുള്ള കുറച്ച് ടോയിൻസ് ആണ്. മുട്ടയുടെ വലുപ്പത്തിനേക്കാൾ കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത ശേഷം അപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ മുട്ടയുടെ ഉള്ളിലേക്ക് പതിയെ കയറ്റി വെക്കുക. ഓക്കെ, ഇനി ഒരല്പം ക്ലേ ഉപയോഗിച്ച് നമുക്ക് മുട്ടയുടെ മുകൾ വശം നന്നായി ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് പോലും കാണാത്ത രീതി വേണം ഒട്ടിച്ചെടുക്കാൻ. അതായത് നമ്മൾ മെഴുകുരുക്കി ഒഴിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് വന്നാൽ മൊത്തം മെഴുകും താഴേക്ക് ചോർന്നു പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം മുഴുവനും ഒട്ടിച്ചെടുക്കാൻ. അടുത്തായി നമുക്ക് വേണ്ടത് കുറച്ച് ക്രയോൺസ് ആണ്. അതായത് നമ്മുടെ ക്യാൻഡിൽസിന് നിങ്ങൾ ഏത് നിറങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അവയെല്ലാം ഓരോരോ ഗ്ലാസ് പേപ്പറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് മെഴുകുരുക്കിയെടുക്കാനുള്ള ഒരു അടുപ്പുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മെഴുകുതിരികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 5-6 മെഴുകുതിരിയും പിന്നെ കുറച്ച് വേസ്റ്റുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മെഴുകെല്ലാം നന്നായി ഉരുകിയിട്ടുണ്ട്. ഇനി വേസ്റ്റെല്ലാം നമുക്ക് മാറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ചൂട് അല്പം പോലും പോകാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രയോൺസുകളിലേക്ക് ഇത് വളരെ പതിയെ ഒഴിച്ചു കൊടുക്കുക. ഇത് നോക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്നാണ് മാറി വരുന്നത്. ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ഷെല്ലുകളിലേക്ക് ഇത് വളരെ പതിയെ ഒഴിച്ചു കൊടുക്കുക. ആക്ച്വലി ഇതിവിടെ ഒരു മോൾഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എഗ് ഷെൽസിൻ്റെ പകുതി മാത്രമാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ബാക്കി പകുതി കൂടി ഫില്ല് ചെയ്യാൻ ഇതൊന്നും സെറ്റാകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ എഗ്ഷെൽസിൻ്റെ പകുതിയോളം നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബാക്കിയുള്ള ക്രയോൺസ് കൂടി ഈ എഗ്ഷെല്ലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എഗ്ഷെൽസ് എല്ലാം നന്നായി ഫില്ലായിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് സെറ്റായി കിട്ടാൻ നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മെഴുകെല്ലാം നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഷെല്ല് ആ സ്റ്റാൻഡിൽ നിന്ന് വേർപെടുത്തിയെടുത്ത ശേഷം അതിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്ലേ ഒക്കെ ഒന്ന് നീക്കം ചെയ്യാം. നമ്മുടെ എഗ്ഷെൽ നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുഴുങ്ങിയ കോഴിമുട്ട എങ്ങനെയാണ് പൊളിച്ചെടുക്കാവുന്നത് അതേ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പൊളിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാൻഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ടോയിൻസിൻ്റെ പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ എഗ് ക്യാൻഡിൽസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ.